എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും മഹാനവമി വിജയദശമി ആശംസകൾ. കുറേയായി ഇതേപോലെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് നാട്ടിലൊക്കെ പോയിട്ട് കുറച്ച് അധികം ദിവസം തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ പോകുന്ന സമയത്ത് സ്കൂൾ വെക്കേഷൻ്റെ സമയം പോവും, എന്നിട്ട് സ്കൂൾ തുറക്കാനാവുന്ന സമയത്ത് എത്തുക, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം സ്കൂളിൽ പോകാത്ത രീതിയിൽ അങ്ങനെയൊക്കെയാണ് എത്തുക. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടെങ്കിലാണ് ഇതേപോലെ വൈകാറുള്ളത്. നാട്ടിൽ പോയിട്ട് സാധാരണ പോലെയുള്ള ഒരു പോകലായിരുന്നില്ല ഈ ഒരു പ്രാവശ്യം. പല കാരണങ്ങളുണ്ടായിരുന്നു. മോൻ്റെ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതേപോലെ എൻ്റെ കയ്യിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഓരോന്നായിട്ട് തിരക്കുകളായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വീഡിയോ ഒക്കെ ചെയ്യാൻ കുറച്ചിങ്ങനെ ലേറ്റായത്. വോയിസ് ഓവറൊക്കെ കൊടുത്ത് ചെയ്യണമെങ്കിൽ നമ്മളൊന്നിങ്ങനെ ഇരിക്കണമല്ലോ. അപ്പം പിന്നെ വിചാരിച്ചു എന്തായാലും ഈ വരുന്ന ദിവസം എന്തായാലും ചെറുതായിട്ട് ഇതുപോലൊരു വീഡിയോ എടുക്കാം, എന്നിട്ട് അത് ഇവിടെ വന്നിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ട്രീറ്റ്മെൻറ്റൊക്കെ കാരണമാണ് ഷാർജയ്ക്ക് ഞങ്ങൾ വരുന്നത് ലേറ്റായത്. ഇതിനിടെ എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൈക്ക് എന്താണ് പറ്റിയത് എന്നുള്ളത്. അപ്പോൾ കൈക്ക് ഇപ്പോൾ ഒന്നും പറ്റിയതല്ല, നാട്ടിൽ പോയ സമയത്തൊന്നും ഉണ്ടായ പരിക്കല്ല കൈക്ക് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 2024 ജൂണിൽ സംഭവിച്ചതാണ്. അത് ഇവിടുന്ന് ഒരു ചീനച്ചട്ടി എടുത്ത് താഴത്തേക്ക് വെച്ചതാണ് ഒറ്റ കൈ കൊണ്ട്. സ്ലാബിൻ്റെ മുകളിൽ നിന്ന് കുക്കിംഗ് റേഞ്ചിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചതാണ് ഒരു കൈ ഉപയോഗിച്ചിട്ട്. അപ്പോൾ കുറച്ച് നല്ല കനമുള്ള ചീനച്ചട്ടിയായിരുന്നു, ഇരുമ്പ് ചീനച്ചട്ടി. അപ്പോൾ കൈയൊന്ന് തിരിഞ്ഞു പോയതാണ്. അങ്ങനെ കാർട്ടിലേജ് ഇഞ്ചുറി സംഭവിച്ചു. ഇവിടെ അത് കാണിച്ച സമയത്ത് ആദ്യമൊക്കെ സ്പ്ലിൻറ്റഡ് അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സർജറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നാട്ടിലും ഒരു ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയുള്ള വേറൊരു സർജൻ തന്നെ ഞങ്ങളോട് പറഞ്ഞു സർജറി ഒന്നും ചെയ്യണ്ട, സർജറി ചെയ്താൽ ചിലപ്പോൾ കൈ സ്റ്റിഫായി പോകുമെന്ന് പറഞ്ഞു. അതായത് 100% ഉറപ്പ് പറയാൻ പറ്റില്ല സർജറിയിലും അത് ശരിയാവും എന്നുള്ളത്. അതിലും ബെറ്റർ പിന്നെ കളരിയിൽ പോയിട്ട് ഉഴിയാണ് നല്ലത് എന്ന് പറഞ്ഞു. ആ ഡോക്ടർ തന്നെയാണ് കോഴിക്കോട് CVN കളരിയിലെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നാട്ടിൽ കോഴിക്കോട് CVN കളരിയിൽ പോയിട്ട് കൈ ഒഴിച്ചിൽ നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പം അത്യാവശ്യം ബെറ്റർ ആയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ മാറാനുണ്ട്. അവർ പറഞ്ഞ അത്രയും ദിവസം ഒഴിച്ചിൽ നടത്താനുള്ള സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. മോൻ്റെ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ എൻ്റെ കയ്യിൻ്റെ ഒഴിച്ചിലിന് വേണ്ടി പോയത്. കുറച്ചുകൂടെ ദിവസങ്ങൾ അധികം വെയിറ്റ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പോലെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. കൂടുതൽ വെയിറ്റ് ഒന്നും എടുക്കരുത്, പിന്നെ പതുക്കെ വെയിറ്റൊക്കെ എടുത്ത് തുടങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ തൈലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തേക്കാനും ചൂട് പിടിക്കാനും അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. കുറേ പേര് കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി വരുത്തി വെച്ച വീണയാണ് എൻ്റെ കയ്യിൽ ആ കണ്ടിരുന്ന കെട്ട്. ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഫുജേറയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് കണ്ണൂർ എയർപോർട്ടിലും അതേപോലെ ഫുജേറ എയർപോർട്ടിലും വന്നത്. ആദ്യം നിങ്ങൾ കണ്ട ആ ഒരു വീഡിയോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും അതേപോലെ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്നതായിട്ടുള്ള വീഡിയോ ആണ്. ഇത് കണ്ണൂർ എയർപോർട്ടിൽ നിന്നുള്ള വീഡിയോ ആണ്. മൂത്ത മോനും അനിയനും അനിയൻ്റെ ഭാര്യയും അനിയൻ്റെ കുട്ടിയായിരുന്നു ഞങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മൂത്ത മോനെ നാട്ടിൽ +1 ചേർത്തിരിക്കുകയാണ് ഇപ്പോൾ. ചെറിയ മോന് ഇവിടെ ഓഗസ്റ്റ് 25 സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഇത്രയും ദിവസം ലീവായിരുന്നു. ഇന്നലെയാണ് അവന് സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. എന്തായാലും ഒരു നീണ്ട അവധിക്ക് ശേഷം ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നു. എയർപോർട്ടിൽ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. 2007 ആ ഒരു ഏട്ടനെയും ചേച്ചിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നില്ല, ചേച്ചി നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ചേച്ചിയും ചെറിയൊരു വെക്കേഷന് പോയിരിക്കുക, അടുത്ത മാസമേ വരുള്ളൂ. ഏട്ടനാണ് അപ്പോൾ ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം ഏട്ടൻ വന്നതും മോനെ അവരെ കണ്ടതും പിന്നെ അപ്പോൾ തുടങ്ങിയതാണ് സംസാരം. അവന് കുറേ കഥകൾ പറയാനുണ്ടായിരുന്നു, നാട്ടിലെ കഥകൾ. എത്ര പറഞ്ഞിട്ടും അവന് തീരുന്നില്ല. അതേപോലെ അവന് റൂമിൽ വന്നിട്ടും ആകെ ഒരു എല്ലാ സാധനങ്ങളും അവൻ്റെ സൈക്കിളും അതും ഇതൊക്കെ തൊട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങളിനി ആ വീഡിയോ ഒക്കെ കണ്ടോ. ഇനി കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല.